ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാം തന്നെ കഴിഞ്ഞു. അങ്ങനെ തന്നെ ക്രഷും കൺമണിയും കൂടി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ദക്ഷയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ. അതിന് മുൻപായിട്ട് ബലരാമൻ എന്തായാലും ഭാഗ്യശ്രീ വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത്. സുമിത്രയാണെങ്കിൽ ബലരാമനെ പുറകിൽ നിന്ന് കുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയോ അവനിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ പിന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ. സുമിത്ര എന്തായാലും ഭാഗ്യശ്രീ ഇതെല്ലാം തന്നെ പാവം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പ്രതികരിക്കാൻ സാധിക്കാത്തത്. അതിനുശേഷം തന്നെ സുമിത്ര ചെന്നിട്ട്, കണ്ടുപിടി നിൻ്റെ ഏട്ടൻ്റെ അവസ്ഥ, നീ ഇനി എങ്ങോട്ടാടി ചാടുന്നേ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഏട്ടനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അപേക്ഷിക്കുക കേട്ടോ ഭാഗ്യശ്രീ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ക്രഷ് അങ്ങനെ സ്റ്റേഷനിൽ എത്തുന്ന സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും, അതായത് മാനസയും അനിരുദ്ധനും വരുണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ജയമോഹൻ അങ്ങോട്ട് ചെല്ലുന്നത്. മകളുടെ ഈ ക്രൂരതയ്ക്ക് എന്തായാലും അയാൾ കൂട്ടു നിൽക്കുന്നില്ല. അങ്ങനെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ക്രഷും കൺമണിയും കൂടി ചേർന്നിട്ട് 3 പേരും ജയിലിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിലങ്ങ് വെച്ചതിന് ശേഷം തന്നെ കൺമണിയുടെ മുന്നിൽ വെച്ചിട്ട് മാനസയെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ദക്ഷ പറയുന്നുണ്ട് കേട്ടോ ജയമോഹനോടും അതുപോലെ തന്നെ ഹേമയോടും, നിങ്ങൾ വളർത്തിയ ഈ മകളുണ്ടല്ലോ, ഒരു പക്ഷേ നിങ്ങളെ കൊല്ലാനും മടിക്കില്ല, അത്രയും ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയാണ് അവളെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ പോകാനുള്ള സമയത്ത്, നീ കണ്ടുപിടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നീ ഇനിയൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, കാരണം എൻ്റെ ക്രിസ്സാറ് എനിക്കുള്ളതും ഞാൻ ക്രിസ്ത്യാനുള്ളതാണെന്ന് പറയുന്നുണ്ട്. നിനക്ക് പോയി പണി നോക്കാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെ പരസ്പരം ഒരുപോലെ ആണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. നീ അങ്ങനെ സൂക്ഷിക്കേണ്ടടി, നിൻ്റെ കെട്ടുതാലി ഞാൻ പൊട്ടിച്ചെറിയുമെന്ന് പറയുന്നു കേട്ടോ. മനസ്സ് അങ്ങനെ ശപിച്ചു പോകുന്ന പോലെയാണ്. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്ന ബാലഗോപാലിനെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുകയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഒരു പെൺകുട്ടിയായിട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഒരു ഡോക്ടറിനെയാണ് കാണിക്കുന്നത് കേട്ടോ. എന്തായാലും കഥയുടെ പുതിയൊരു വരവാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ബലരാമൻ്റെ പുതിയ നായിക അവൾ തന്നെയായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് മീരമോളെ എന്ന് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂ കഴിയുന്നത്.